രാജ്യത്ത്, അതിനെക്കുറിച്ച് ഒരു ബുക്കിനകത്ത് ഞാൻ വായിച്ചത്, ഏറ്റവും ഇൻഫ്ലുവൻസ്, രാജാവിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ കപ്പേറേഴ്സ് ആണ്. അവര് രാജാവിന്റെ ഉപദേഷ്ടാക്കന്മാരാണെന്നാണ് പറയുന്നത്. രാജാവ് ഭരണകാര്യങ്ങൾ നടത്തുമ്പോൾ ഈ അടുത്ത് നിൽക്കുന്ന, അതായത് പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ ഒരു പ്രസംഗം സെക്രട്ടറിയെ കൊണ്ട് എഴുതി വായിപ്പിക്കാം, പക്ഷേ മുന്നിലൊരു പ്രതിസന്ധി വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ രാജാവ് കൗൺസിൽ ചോദിക്കുന്നത് ഈ കപ്പേററോടാണ്. എന്താ അത് ചെയ്യേണ്ടത്? അപ്പൊ രാജാവിനെ എല്ലാ സമയത്തും ഉപദേശിക്കുന്ന ഉപദേഷ്ടാക്കന്മാരാണ് വാസ്തവത്തിൽ കപ്പേറേഴ്സ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് ഈ പേർഷ്യൻ കിങ്സിനെ കുറിച്ചുള്ള, പേർഷ്യൻ എംപയറിനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, ദേ ഹാഡ് മോർ ഇൻഫ്ലുവൻസ് ദാൻ ദി ചീഫ്റ്റെയിൻസ് ഓഫ് ദി ആർമി എന്ന. അവിടുത്തെ സൈന്യാധിപന്മാരെക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് രാജാക്കന്മാരിൽ ഉണ്ടായിരുന്നത് ഈ കപ്പേറേഴ്സിനായിരുന്നു. അവർ പറയുന്നതിനപ്പുറത്ത് രാജാവ് ഒന്നും ചെയ്യത്തില്ല. അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി എന്ന നിലയിലാണ് കപ്പേറർ എന്ന് പറയുന്നത്. അപ്പോൾ രാജാവിന് ഉപദേശം കൊടുക്കാൻ കഴിവുള്ള ആളുകൾ. ശരിക്കും പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയ ആളുകളെ കുറിച്ച് ദാനിയേലിന്റെ പ്രവചനത്തിൽ നമുക്കറിയാമല്ലോ, അവിടെ എങ്ങനെയുള്ള ആളുകളെയാണ് പിടിച്ചുകൊണ്ട് പോയെന്നോട് പറയുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തില് അതിന്റെ 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, രാജസന്തതിയിലും കുലീനന്മാരിലും വെച്ച് അംഗഭംഗമില്ലാത്തവരും സുന്ദരന്മാരും സകല ജ്ഞാനത്തിലും നിപുണന്മാരും അറിവിൽ സമർത്ഥരും വിദ്യാപരിജ്ഞാനികളും രാജധാനിയിൽ പരിചരിപ്പാൻ യോഗ്യന്മാരും ആയ ചില ബാലന്മാരെ വരുത്തുവാനും അവരെ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിപ്പിക്കാനും കൽപ്പിച്ചു. അപ്പോൾ രാജാക്കന്മാർക്ക് ഉപദേശം കൊടുക്കാൻ കഴിവുള്ളത്ര ജ്ഞാനികളായ യുവാക്കളെയാണ് ബാബിലോണിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നത്. അവരിൽപ്പെട്ട ആളാണ് ആരും? നെഹമയ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നെഹമയ ഒരു പാവം പിടിച്ച വെള്ളം എടുത്തു കൊടുക്കുന്ന ഒരു പാനപാത്രവാഹകൻ എന്ന നിലയിൽ നമ്മൾ കാണുന്നതിനകത്ത് അർത്ഥമില്ല. ഹി വാസ് ഹോൾഡിങ് എ ഗ്രേറ്റ് ബിഗ് പൊസിഷൻ ഇൻ ശൂഷൻ രാജധാനിയിലെ, അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ഒരു വലിയ ഒരു പൊസിഷൻ, ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു പൊസിഷൻ നേടിയിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു നെഹമയ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നെഹമയ വാസ്തവത്തില് ഒരു ദുരിതത്തിലല്ല, ദുഃഖത്തിലല്ല, പ്രയാസത്തിലല്ല. ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും ഈ ബാബിലോണിലേക്ക് പോയ ആളുകൾ വലിയ ദുരന്തം അനുഭവിച്ചില്ല. കാര്യം അവർ വിദ്യാഭ്യാസം ഉള്ളവരും കഴിവുള്ളവരും, അവർക്ക് നല്ല ജോലി കിട്ടി, നല്ല പൊസിഷനിൽ വന്നു. ഇപ്പൊ കോട്ടയത്ത് നിന്ന് ന്യൂയോർക്കിലേക്ക് പോകുന്നത് പോലെയാണ് വാസ്തവത്തിൽ യെരുശലേമിൽ നിന്ന് ഇവർ ബാബിലോണിലേക്ക് പോയത്. കോട്ടയം പോലെയൊക്കെ ഉള്ളൂ വാസ്തവത്തിൽ യെരുശലേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയ്ക്കുള്ള വലിപ്പവും അത്രയ്ക്കുള്ള സ്കോപ്പേ ഉള്ളൂ. എന്നാൽ നല്ല കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു? ഒരു ന്യൂയോർക്കിലേക്കോ വാഷിംഗ്ടണിലേക്കോ അല്ലെങ്കിൽ സിലിക്കൺ വാലിയിലേക്കോ ഒക്കെ പോകുമ്പോഴത്തേക്ക് ദേ ആർ ഗെറ്റിംഗ് ബെറ്റർ ജോബ്സ്, അല്ലേ? നല്ല ജോലിയും മറ്റുള്ള കാര്യങ്ങളും. ഇതുപോലെ ജെറമ്യായുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചല്ലോ, പ്രവാസത്തിൽ കഴിയുന്ന ജനങ്ങളാണ് കഷ്ടം അനുഭവിച്ചത്, അല്ലാതെ പ്രവാസത്തിൽ പോയ ജനങ്ങളല്ല. പ്രവാസത്തിൽ പോയ ജനങ്ങൾ നല്ല ജോലിയുള്ളവരും നല്ല കഴിവുള്ളവരും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുമായിരുന്നു. കാര്യം കഴിവുള്ളവരെ പ്രത്യേകം അവര് പിടിച്ചോണ്ട് പോയതാ. അപ്പോൾ നെഹമയ വളരെ നല്ല രീതിയിൽ കഴിയുന്നതായ ഒരു സാഹചര്യത്തിൽ നെഹമയയുടെ മനസ്സിൽ അവന്റെ എല്ലാ സുഖസൗകര്യങ്ങളെക്കാളും വലുതായിട്ട് അവൻ സൂക്ഷിച്ചത് യെരുശലേമിനെ കുറിച്ചുള്ള ചിന്തയായിരുന്നു. അവിടെയാണ് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നതായ കാര്യം നമ്മൾ നെഹമയാവിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നെഹമയായിക്ക് വേണമെങ്കിൽ ആശ്വസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അവന് പറയാം, ദൈവത്തിന്റെ കരുണമുണ്ട്, ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നിട്ടുണ്ട്. രാജാവ് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിനുശേഷം നമ്മൾ കാണുന്നുണ്ട്, രാജാവ് നോക്കിയപ്പോൾ ഇവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടിട്ട്, ഒരു സാധാരണ ജോലിക്കാരൻ പാനപാത്രവാഹന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ രാജാവ് ശ്രദ്ധിക്കും? ഇല്ല. രാജാവ് എന്ത് ചോദിക്കുന്നത്? എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ഇത് മനോവിഷമമല്ലാതെ മറ്റൊന്നുമല്ലല്ലോ. എന്തുവാടാ നിന്റെ ഹൃദയത്തിൽ ഇത്ര പ്രയാസം? എന്നോട് പറ എന്നൊക്കെ പറയത്തക്ക നിലയിൽ അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി. രാജ്ഞിയും കൂടെ പറയുക, അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ മോനെ, നിന്നെ വിടുന്നത് ബുദ്ധിമുട്ടാ, എന്നാലും നിനക്ക് പോണോ? പോയി ഒന്ന് റിഫ്രഷ്ഡ് ആയിട്ട് വാ. എത്ര കാലം എടുക്കും? നീ എന്നാ തിരിച്ചു വരാൻ പറ്റുന്നത്? ഞാനൊരു അവധി ചോദിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം എത്ര ഇൻഫ്ലുവൻസ് നെഹമയാവിന് രാജധാനിയിൽ ഉണ്ടായിരുന്നു, രാജാവിനുണ്ടായിരുന്നെന്ന്. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ഉള്ള നല്ല കമ്പയറേഴ്സ് ഒക്കെ ഭയങ്കര സാലറി ഉള്ള വ്യക്തികളാണ് അവർ. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഒരു കാരണവശാലും രാജാവിന് എതിരാകാൻ പാടില്ല എന്ന് രാജാക്കന്മാർക്ക് നിർബന്ധമുള്ളത് കൊണ്ട് അവർക്ക് എല്ലാ ഫെസിലിറ്റീസും എന്തും അവർക്ക് കൊടുത്തിരുന്നു. പണം, അതുപോലെയുള്ള സുഖസൗകര്യങ്ങൾ, എന്തും. കാര്യം ഇവരുടെ കയ്യിലാണ് രാജാവിന്റെ ജീവൻ വാസ്തവത്തിൽ ഇരിക്കുന്നത്. അപ്പോൾ നല്ല സാമ്പത്തിക കാര്യങ്ങളും നല്ല പശ്ചാത്തലവും ഇൻഫ്ലുവൻസും എന്ന് തന്നെയല്ല, നമ്മൾ വായിക്കുമ്പോൾ പിന്നീട് വായിക്കുന്നൊരു കാര്യമുണ്ട്. എങ്ങനെയാണ്, എന്ത് കാര്യത്തിലാണ് രാജാവ് ഇവരെ പറഞ്ഞുവിടുന്നത്, അല്ലെങ്കിൽ നെഹമയാവിനെ യെരുശലേമിൽ പറഞ്ഞുവിടുന്നത് അറിയാമോ?
അത് നമ്മൾ വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. ഹി വാസ് ദ ഗവർണർ. അവൻ ദേശാധിപതിയായിട്ടാണ് ചെല്ലുന്നത് എന്നാ കാണുന്നത്. അവൻ ഗവർണറായിട്ടാ അവിടെ ചെല്ലുന്നത്. ദേശാധിപതിക്കുള്ള വരുമാനം ഞാൻ അവരോട് വാങ്ങിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഹി വാസ് എ ഗവർണർ. അപ്പോൾ അത്രയ്ക്കും കഴിവുള്ളതായ, അത്രയ്ക്കും പണമുള്ളതായ, അത്രയ്ക്കും പദവികളുള്ള നല്ല പൊസിഷനിലിരിക്കുന്ന നെഹമയ ഇതിനകത്തൊന്നിലും രസിക്കാതെ അവന്റെ മനസ്സിൽ എന്തേ ഉള്ളൂ? എന്റെ പിതാക്കന്മാരുടെ കല്ലറകൾ ഉള്ള പട്ടണം. അതേ ഉള്ള അവന്റെ മനസ്സിലെ ചിന്ത. അവന്റെ സുഖസൗകര്യങ്ങളെ കുറിച്ച് അവൻ ആലോചിക്കുന്നില്ല. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റിയുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ പ്രത്യേകത. ക്രിസ്ത്യാനിത്വം ഒരു ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. വ്യക്തികളായിട്ടാണെങ്കിലും വിളിച്ചാക്കുന്നത് ഒരു സമൂഹത്തിലേക്കാണ്. അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം എന്റെ ആത്മീയത ഞാനും ദൈവവും തമ്മിലുള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അവൻ ഒരിക്കലും മാറാനായിട്ട് കഴിയത്തില്ല. ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയത അവന്റെ സഭയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് സഭയെക്കുറിച്ചുള്ള ചിന്ത, കൺസേൺ അവൻ അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയെ മാത്രമേ നമ്മൾ വേദപുസ്തകത്തിൽ കാണുന്നുള്ളൂ. ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റി. നെഹമയ അവന്റെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? അവൻ സ്പിരിച്വലുമാണ്. അവൻ എല്ലാം ഉണ്ടെന്ന് തന്നെയല്ല, അവൻ ആത്മീകനുമാണ്, അവൻ ദൈവത്തോട് നല്ല ബന്ധമുള്ളവനാണ്. പക്ഷേ അവന്റെ ജനങ്ങൾ യെരൂശലേമിൽ തകർച്ചയിലാണെന്നുള്ള തിരിച്ചറിവ് അവന്റെ എല്ലാ സുഖസൗകര്യങ്ങൾക്കും അപ്പുറത്തും മനോവിഷമം നിറയ്ക്കത്തക്ക രീതിയിൽ അവന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതിന്റെ കാരണം അവൻ ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയിലല്ല, വ്യക്തിഗത ആത്മീയതയിലല്ല, സാമൂഹികമായി ദൈവം അവനെ ആക്കിയിരിക്കുന്ന അവന്റെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അവൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. സഭയെക്കുറിച്ച്, സഭയ്ക്ക് പറ്റുന്ന പാളിച്ചകളെക്കുറിച്ച്, സഭയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ ആലോചിച്ചേ പറ്റൂ. നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ഇവൻ അവിടെ നമ്മൾ കാണുന്നത് അതിന്റെ 2-ാമത്തെ വാക്യത്തില്, നെഹമയുടെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ, എന്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. ഹനാനിയും അല്ലെങ്കിൽ അവന്റെ കസിൻ ആയിരിക്കണം, സ്വന്തം സഹോദരൻ എന്നതിനേക്കാൾ ഒരു പക്ഷേ അവന്റെ കസിൻ ആയിരിക്കും. അവന്റെ കസിൻ അവിടെ പോയിട്ട് തിരിച്ചു വന്നു, യെരൂശലേമിൽ പോയിട്ട് തിരിച്ചു വന്നു. അതിന്റെ കൂട്ടത്തിൽ യെരൂശലേമിൽ നിന്ന് ചില ആളുകളോട് വന്നു. ഇതാണ് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ ഹനാനി അവിടെ യെരൂശലേമിലെ ആളല്ല, അവൻ ഇവിടെ നിന്ന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നെഹമയ ഓടിച്ചെന്ന് ചോദിക്കുന്നത് എന്താണെന്ന് അറിയാമോ? മോനെ ഹനാനി, നീ പോയപ്പോൾ തൊട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അവിടെ നല്ല ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നോ താമസിക്കാൻ? മിനറൽ വാട്ടർ കിട്ടിയായിരുന്നോ കുടിക്കാൻ? ഇല്ലേ? നമ്മുടെ പിള്ളേർ വല്ല എവിടെങ്കിലും പോയിട്ട് വരുമ്പോഴത്തേക്ക് വല്ല മിഷൻ ഫീൽഡ് ഞങ്ങളുടെ കൂടെ കാണാൻ ആരെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും? ഹനാനിക്ക് അവിടെ മിനറൽ വാട്ടർ കിട്ടിയൊന്നൊന്നും അല്ല, അതോ അവന്റെ കസിന് എന്തോ പറ്റിയെന്നുള്ളതല്ല, അവന്റെ സഹോദരൻ എന്തോ പറ്റിയെന്നുള്ളതല്ല. അവൻ ഓടി വന്ന് ചോദിക്കുന്ന ചോദ്യം എന്താണ്? അവിടെ ചോദിക്കുന്നത്, ഞാൻ അവരോട് പ്രവാസത്തിന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെ കുറിച്ചും യെരൂശലേമിനെ കുറിച്ചും ചോദിച്ചു. അവന്റെ കൺസേൺ അതാണ്. അവന്റെ സഭയാണ് അവന്റെ കൺസേൺ. അവൻ വേറെ ഒന്നും ആലോചിക്കുന്നില്ല. അവന്റെ കണ്ണുകളിൽ മറ്റൊന്നുമില്ല. ഈ നെഹമയ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംഫർട്ട് ഓഫ് യാഹ്വേ, യഹോവയുടെ ആശ്വാസം. ഓഫ് എന്നുള്ളത് ഹീബ്രു ഭാഷയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വാക്ക് ശരിക്കും വരുന്നില്ല. യഹോവയുടെ ആശ്വാസം, യഹോവയാലുള്ള ആശ്വാസം എന്നൊക്കെ ആകാം, യഹോവയുടെ ആശ്വാസം. പക്ഷെ ഈ നെഹമയയുടെ അപ്പന്റെ പേരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത്. ഹകലയ എന്ന് പറയുന്നൊരു വാക്കാണ്. ഈ ഹകലയ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് ഞാനൊരു ചെറിയ സ്റ്റഡി നടത്തി നോക്കി. നെഹമയാവ് ഉണ്ടാകുന്നതിന് അത്ഭുതമില്ല. എന്നു ചോദിച്ചു കഴിഞ്ഞാല് ഹകല്യ എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥം ഹൂസ് ഐസ് യാഹ്വേ എൻലിവൻസ് എന്നാണ്. കണ്ണുകളിൽ യഹോവ കത്തി നിൽക്കുന്നവെന്നാണ്. അതായത് ഇരുട്ടിൽ ഒരാളുടെ കണ്ണ് എങ്ങനെ പ്രകാശിക്കും, അതാണ് ആ വാക്കിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞുള്ള അർത്ഥം എന്ന് പറയുന്നത്. ഇരുട്ടിൽ ഒരാളുടെ കണ്ണ്, നമ്മളിപ്പോൾ നടന്നു വരുമ്പോഴത്തേക്ക് കണ്ണുകൾ പ്രകാശിക്കുമല്ലോ. അപ്പൊ ഇവിടെ ഹകലയാ എന്ന് പറയുന്നത് അവന്റെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് ഒറ്റ കാര്യമേ ഉള്ളൂ, യാഹ്വേ. യഹോവയല്ലാതെ ഒന്നും അവന്റെ കണ്ണുകൾക്ക് പ്രകാശം കൊടുക്കുന്നില്ല. ഇരുട്ടിൽ അവൻ നടന്നു വരുമ്പോൾ അവന്റെ കണ്ണുകൾക്ക് തിളക്കം എന്താണ്? യാഹ്വേ. ലോകത്തിലെ ഒന്നും കണ്ടിട്ട് അവന്റെ കണ്ണ് തിളങ്ങത്തില്ല. നമുക്കൊക്കെ ഓരോ കാര്യങ്ങൾ കണ്ടു, ഇപ്പൊ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും ഒക്കെ വരുമ്പോൾ ഓരോ പുതിയ പ്രോഡക്റ്റ് കാണുമ്പോൾ അയ്യോ ഇതെന്തുവാ, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കണ്ണങ്ങ് തിളങ്ങുകയാണ്. ഒരു പുതിയ ഡ്രസ്സ് കാണുമ്പോൾ, ഒരു പുതിയ ഫാഷൻ കാണുമ്പോൾ, ഒരു പുതിയ ചുരിദാർ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ പടം കാണുമ്പോൾ, എനി കൈൻഡ് ഓഫ് ഹൺഡ്രഡ്സ് ഓഫ് തിങ്സ്, നമ്മളുടെ കണ്ണുകളെ തിളക്കുന്നതായ 100 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കാശ് കാണുമ്പോൾ, പാസ്ബുക്കോ അല്ലെങ്കിൽ പോട്ടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ, അതല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഒരു ദിവസം പണം കൂടുമ്പോൾ, അതല്ലെങ്കിൽ റബ്ബറിന് വില കൂടുമ്പോൾ, അപ്പോൾ നമ്മുടെയൊക്കെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ്?
ഹഗല്യാവിന്റെ കണ്ണുകൾക്ക് തിളക്കം നൽകിയത് യഹോവയായിരുന്നു. ഞാൻ പ്രസിഡന്റ് ആകുമ്പോൾ എന്റെ കണ്ണങ്ങ് തിളങ്ങുകയല്ല, സെക്രട്ടറി ആകുമ്പോൾ കണ്ണ് തിളങ്ങുകയല്ല, എനിക്ക് ആരെങ്കിലും ഒരു 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 ലംസം എമൗണ്ട് എന്റെ അക്കൗണ്ടിലോട്ട് ഇടുമ്പോഴത്തേക്ക് എന്റെ കണ്ണ് തിളങ്ങുകയല്ല, എനിക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക്, ജോലിയിൽ ഒരു പ്രൊമോഷൻ കിട്ടുമ്പോഴത്തേക്ക് എന്റെ കണ്ണ് തിളങ്ങുകയല്ല. ഹഗല്യാവിന്റെ കണ്ണുകളിൽ ഒറ്റ കാര്യം മാത്രമേ തിളക്കം ഉണ്ടാകത്തുണ്ടായിരുന്നുള്ളൂ, യഹോവയെ കാണുമ്പോൾ. ഹല്ലേലൂയ. സ്വർഗീയമായതിനെ കാണുമ്പോൾ, ദൈവികതയെ കാണുമ്പോൾ. അങ്ങനെ ഒരു ഹഗല്യാവിന് നെഹമ്യാവ് പോലൊരു മോൻ ഉണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അങ്ങനെ ഒരു ഹഗല്യാവിനെ, നെഹമ്യാവിനെ പോലൊരു മകന് ജന്മം കൊടുക്കാൻ കഴിയുകയുമുള്ളൂ. ഞാൻ പറയട്ടെ, നമ്മുടെ ജനങ്ങൾ, നമ്മുടെ തലമുറ നമ്മൾ എന്തിൽ സന്തോഷിക്കുന്നോ അത് ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എന്തിൽ ആശ്വാസം കണ്ടെത്തുന്നു, എന്തിൽ സന്തോഷിക്കുന്നു. പെന്തക്കോസ്തുകാരന്റെ മറ്റൊരു പ്രശ്നം പലപ്പോഴും ആലോചിച്ച് നോക്കി, നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രസംഗം കേട്ടിട്ട് നമ്മൾ എത്ര കാലമായി? കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഇന്നിപ്പോ നമ്മൾ ആകെപ്പാടെ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ആമേൻ കർത്താവായ യേശുവേ, കണ്ണു തിരുമ്മിയാ പറയുന്നത്, വേഗം വരണമേ. ഒന്നും ആലോചിക്കുന്നില്ല, വരണമെന്നുള്ള ആഗ്രഹം ഒന്നുമല്ല. നിത്യതയെക്കുറിച്ചുള്ള ഒരു ദർശനം നമുക്കില്ല. നമ്മുടെ സഭയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. റെസ്റ്റോർ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. നമ്മൾ ഈ ലോകത്തിന്റെ ആളുകളല്ല, നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. ദൈവം നിത്യത നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുകയാണ്. അത് നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് നെഹമ്യാവിനെ പോലെ ഒരു തലമുറ, സ്വന്തം മക്കളുടെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, ഞാൻ ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്ന എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ, എനിക്കൊരു പിന്തുടർച്ച എന്ന് പറയുന്നത് നെഹമ്യാവിനെ പോലെ ഒരു വ്യക്തി ഉണ്ടാകണമെങ്കിൽ നിത്യതയുടെ ദർശനത്തിൽ ഞാൻ ജീവിച്ചെങ്കിലേ പറ്റുള്ളൂ. ഇവിടെ പണം ഉണ്ടാക്കാനും പദവി നേടിയെടുക്കാനും പൊസിഷൻസിനും വേണ്ടി നടക്കുകയാണെങ്കിൽ എന്നെ അനുഗമിക്കുന്ന ആരും അതിന്റെ പിന്നാലെ പോകത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് വാസ്തവത്തിൽ നമ്മുടെ കണ്ണുകൾക്ക് തിളക്കം കൊടുക്കുന്നത് യഹോവ മാത്രമായ ഒരവസ്ഥ നമുക്കായിരിക്കണം. അങ്ങനെയുള്ള ഹഗല്യാവിന്റെ മകൻ എല്ലാ സുഖസൗകര്യങ്ങളുടെ മധ്യേ വസിച്ചപ്പോഴും ജെറുസലേമിൽ നിന്ന് സഹോദരന്മാർ വന്നെന്ന് കണ്ടപ്പോൾ ഓടിച്ചെന്നിട്ട് ചോദിക്കുക, എങ്ങനെയുണ്ട് അവിടെയുള്ള ആളുകൾ? കാര്യം അവന്റെ ഹൃദയത്തിൽ എല്ലാത്തിലും വലുതെന്താണ്? യെരൂശലേമാണ്. എല്ലാത്തിലും വലുത് അവന്റെ സഭയാണ്. എല്ലാത്തിലും വലുത് ദൈവികതയാണ്. 137 സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. 137 സങ്കീർത്തനത്തിൽ നമ്മൾ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ വി സാറ്റ് ഡൗൺ, നമ്മൾ ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. ഞങ്ങളെ ബദ്ധരാക്കി പിടിച്ചുകൊണ്ട് പോയവര്, ഞങ്ങൾ കിന്നരങ്ങളെ അരവൃക്ഷത്തിന്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുകയാണ്, ഞങ്ങളെ ബദ്ധരായി പിടിച്ചുകൊണ്ട് പോയവര് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ കരയുന്നേ? എടാ, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ എന്ത് കഷ്ടതയിൽ അവിടെ താമസിക്കുന്നത്, നിനക്ക് ഇത്രയും നല്ല ജോലി കിട്ടിയില്ലേ? നിനക്ക് ഇത്രയും നല്ല ശമ്പളം കിട്ടുന്നില്ലേ? നിനക്ക് ഇത്രയും നല്ല പദവികൾ കിട്ടുന്നില്ലേ? നീ ഇപ്പൊ പുതുതായിട്ട് വാങ്ങിച്ച കാറ് നിന്റെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ലാത്ത കാറല്ലേ? പിന്നെ നീ എന്തിനാ ഇവിടെ ഇരുന്ന് കരയുന്നേ? അവര് പറയാ, നിങ്ങളൊരു പാട്ട് പാടാം, നിങ്ങൾ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടുവിൻ. ഇതതിന്റെ പശ്ചാത്തലം ഇതാണ്. 137 സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം ഇതാണ്. അവർ പറയുന്നു, നിങ്ങൾ എന്തിന് കരയുന്നു? നിങ്ങൾ കരയേണ്ട കാര്യമില്ല. നിങ്ങൾ കരയാൻ ഞങ്ങൾ ഒരു കാരണവും കാണുന്നില്ല. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ നാട്ടിലുള്ള നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ എത്രയോ മെച്ചപ്പെട്ട നിലയിലാണ് നിങ്ങൾ കഴിയുന്നത്. ഇപ്പം ഇപ്പോഴത്തെ റിസഷന്റെ ഒരു സമയം പോട്ടെ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ സഹോദരങ്ങളൊക്കെ അമേരിക്കയിലോ അല്ലെങ്കിൽ കുവൈറ്റിലോ അല്ലെങ്കിൽ ദുബായിലോ ഒക്കെ ചെന്ന് കഴിഞ്ഞിട്ട്, എന്റെ ദൈവമേ നീ എന്നെ ഇവിടെ കൊണ്ടാക്കിയല്ലോ, എന്തോ കാര്യത്തിന് എന്നെ ഇവിടെ കൊണ്ടിട്ടേക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ കരയുമോ? നമ്മുടെ ആളുകൾ കരയുമോ? ഇല്ലല്ലോ. അവരവിടെ എന്ത് ചെയ്യുകയാണ്? അവര് ദേ ആർ സിംഗിങ് സോങ്സ് അല്ലേ? എന്നാൽ നമ്മളെക്കാൾ ആത്മീകരായിരുന്നു ഈ യഹൂദന്മാരായ ആളുകൾ. അവര് ബാബേൽ നദിയുടെ തീരത്തിരുന്ന് കരയുക. അവരുടെ നമ്മളാണ് സ്തോത്ര പ്രാർത്ഥന നടത്തിയനെയും അവർ വിലാപഗീതം പാടുകയാണ്. ബാബേൽ നദിയുടെ തീരത്ത് ഒരു വിലാപഗീതത്തിൽ അവർ പറയുന്ന വാക്കെന്താണെന്ന് അറിയാമോ? യെരൂശലേമേ, ഞാൻ നിന്നെ മറക്കുന്നതെങ്കിൽ എന്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഇന്ന് രാത്രി എന്റെ അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ, നമ്മളെ ത്രസിപ്പിക്കുന്നത് എന്താണ്? നമ്മളുടെ കണ്ണുകൾക്ക് തിളക്കം നൽകുന്നത് എന്താണ്? ഇസ്രായേൽ മക്കൾ അവിടെ കൂടിയിട്ട് പറയുകയാണ്, ഞാൻ യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തെക്കാൾ, ഇഫ് ഐ ഡു നോട്ട് കൺസിഡർ ജെറൂസലേം ബെറ്റർ ദാൻ മൈ ചീഫസ്റ്റ് ജോയ്, എന്റെ എല്ലാ സന്തോഷത്തെക്കാളും, എന്റെ മുഖ്യ സന്തോഷത്തെക്കാളും അധികം ഞാൻ യെരൂശലേമിൽ സന്തോഷം കണ്ടെത്തുന്നില്ലെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എന്റെ വലം കൈ മറന്നു പോകട്ടെ, എന്റെ കണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. ഭൂമിയിലെ ഏത് സമ്പത്തിനേക്കാളും, ഏത് വലിയ പദവിയേക്കാളും സ്വർഗത്തിന്റെ ദർശനം എന്നെ ത്രസിപ്പിക്കുന്നില്ലെങ്കിൽ എന്റെ കണ്ണാക്കോട് പറ്റിപ്പോകട്ടെ. എന്റെ സഭയും എന്റെ ആത്മീയതയും എന്റെ സഹോദരങ്ങളുടെ ആത്മീയതയും എന്റെ കൺസേൺ ആകുന്നില്ലെങ്കിൽ, എന്റെ ജീവിതത്തെ അത് വേദനിപ്പിക്കുന്നില്ലെങ്കിൽ, അതിനെ മറന്നിട്ട്
ശൂശൻ രാജധാനിയിലെ സൗകര്യങ്ങൾ എന്നെ തകർക്കുന്നുവെങ്കിൽ, മൈ ലൈഫ് ഇസ് എ ഡിസാസ്റ്റർ. എൻ്റെ ജീവിതം ഒരു ഡിസാസ്റ്ററാ, ഒരു ദുരന്തമാണ്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു $3 വർത്ത് ഗാഡ് എന്ന നിലയിൽ നിങ്ങൾ ദൈവത്തെ കാണുന്നെങ്കിൽ ഈ മെസ്സേജ് നിങ്ങൾക്കുള്ളതല്ല. കർത്താവേ, എന്നെ എക്സ്പ്ലോഡ് ചെയ്യണേ, എന്നെ ട്രാൻസ്ഫോം ചെയ്യണമേ, എന്നെ രൂപാന്തരപ്പെടുത്തണമേ, എന്നെ വ്യത്യാസപ്പെടുത്തണമേ, എന്നെ തകർക്കണമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് പറയുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ സന്ദേശം. സമാശ്വസിപ്പിക്കുന്ന ചില വാക്കുകൾ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. ദൈവത്തിന്റെ വചനം എപ്പോഴും നിങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്നതല്ല, പലപ്പോഴും അത് നിങ്ങളെ കീറിമുറിക്കുന്നതും തകർക്കുന്നതുമാണ്. കർത്താവെ, നിന്റെ നീരസത്തിന്റെ ലോകത്ത് നിന്ന് നിന്റെ പ്രസാദത്തിന്റെ ലോകത്തേക്ക് എന്നെ മാറ്റിപ്പാർപ്പിക്കണമേ എന്ന് പറയുന്നവർക്കുള്ളതാണ് വാസ്തവത്തിലെ സന്ദേശം. നെഹെമ്യായുടെ ജീവിതത്തിൽ അവനെല്ലാം ഉണ്ടായിരുന്നെങ്കിലും അവന്റെ സ്പിരിച്വാലിറ്റി പോലും അവന് മതിയായതായിരുന്നില്ല. അവൻ പറഞ്ഞു, നോ, ഇൻഡിവിജ്വൽ സ്പിരിച്വാലിറ്റിയിലല്ല എൻ്റെ വിശ്വാസം. എൻ്റെ വിശ്വാസം എൻ്റെ ജനങ്ങളും ഞാനും ദൈവവും ഒരുമിച്ചുള്ള കൂട്ടായ്മയിലാണ്. എൻ്റെ സഭയെക്കുറിച്ച് എനിക്കുള്ള കൺസേൺ. ഹല്ലേലൂയ. ഒരു കാലത്ത് വിശുദ്ധിക്ക് വേണ്ടി നിന്ന എൻ്റെ സഭ, ഒരു കാലത്ത് സ്വർഗീയ ദർശനങ്ങൾ ഉണ്ടായിരുന്ന എൻ്റെ സഭ, ഒരു കാലത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരുന്നതായ എൻ്റെ സഭ, ഒരു കാലത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ആദരിക്കപ്പെട്ടിരുന്നതായ എൻ്റെ സഭ, ഇന്ന് എൻ്റെ സഭ എങ്ങനെയാണ്? ഇന്ന് എൻ്റെ ജീവിതം എങ്ങനെയാണ്? ദൈവം എൻ്റെ പ്രവൃത്തികളെ നോക്കുന്നുണ്ട്. ദൈവം എൻ്റെ പ്രവൃത്തികളെ വിട്ടുകളയുന്നില്ല, അതിനെ കണക്കാക്കാതിരിക്കുന്നില്ല. എൻ്റെ പാപത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ദൈവം നോക്കുന്നുണ്ട്. എൻ്റെ സെൽഫ് റിലയൻസ് ദൈവത്തിന് സഹിക്കാൻ വയ്യ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ അവന്റെ നിയന്ത്രണത്തിന് കീഴിൽ ജീവിക്കുന്നതിന് പകരം എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ ജീവിക്കാൻ ആരംഭിച്ചിരിക്കുന്നത് അവൻ മടുപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ മത്സരം ഇനി അവന് സഹിക്കാൻ വയ്യാതെ വണ്ണം ഉപശാന്തിയില്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സഭയുടെ ഇന്നത്തെ സ്റ്റേജ് എന്താ? ഉപശാന്തി ഇല്ലാതാകും വണ്ണം. ഹല്ലേലൂയ. ഒരു പോയിന്റ് ഓഫ് നോ റിട്ടേൺ കടന്നു പോയിരിക്കുന്നുവോ നമ്മൾ എന്ന് സംശയിക്കത്തക്ക നിലയിലായിരിക്കുന്നുവെങ്കിൽ നമുക്ക് വിലപിച്ച് കർത്താവിനോട് പറയാം, കർത്താവേ, നിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലേക്ക് ഞങ്ങളെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. എത്ര പേര് ദൈവസന്നിധിയിൽ പറയും, കർത്താവേ, നിന്റെ പ്രസാദത്തിന്റെ ലോകത്തിലേക്ക് എന്നെ നീ യഥാസ്ഥാനപ്പെടുത്തണമേ. കർത്താവേ, നിന്റെ നീരസം മതിയാക്കണമേ. കർത്താവേ, ഞങ്ങൾക്കൊരു മടങ്ങിവരവ് ആവശ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരു മടങ്ങിവരവ് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾക്കൊരു മടങ്ങിവരവിന് വേണ്ടി എന്നെ തന്നെ അതിനകത്ത് ഭാഗവാക്കാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപത്തിന്റെ എല്ലാ ചിന്തകളോടും വിട പറഞ്ഞ് കർത്താവേ, നിന്നോട് ചേർന്നിരിപ്പാൻ തക്കവണ്ണം, യെരൂശലേമിനെ എന്റെ മുഖ്യ സന്തോഷമാക്കുവാൻ തക്കവണ്ണം, ഹഗല്യാവിനെ പോലെ കർത്താവേ, നിന്നെ കാണുമ്പോൾ മാത്രം കണ്ണ് തിളങ്ങുന്നവളായിരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ലോകത്തിന് എന്റെ കണ്ണുകളെ തിളക്കുവാൻ കഴിയുകയില്ല. പദവികൾക്ക് എന്റെ കണ്ണുകൾ തിളക്കുവാൻ കഴിയത്തില്ല. കർത്താവേ, നീ മാത്രമേ എന്റെ കണ്ണുകളെ തിളക്കുകയുള്ളൂ. യേശുവിന്റെ നാമത്തിൽ തന്നെ. നോക്കിടുന്നു സങ്കേത നഗരമതോ, എൻ രക്ഷയിൻ ഗോപുരം യേശുവതോ, എന്നെ നടത്തുമെന്നും. എൻ കണ്ണുകളാൽ ഞാൻ നോക്കിടുന്നു സങ്കേത നഗരമതോ, എൻ രക്ഷയിൻ ഗോപുരം യേശുവതോ, എന്നെ നടത്തുമെന്നും. രക്ഷയിൻ ഗോപുരം യേശുവതോ, എന്നെ നടത്തുമെന്നും. സ്നേഹിതനും ആത്മഭോജനം ദാഹജലാശയം അത്ഭുത ജ്യോതിയവൻ. എൻ കണ്ണുകളാൽ ഞാൻ നോക്കിടുന്നു സങ്കേത നഗരമതോ, എൻ രക്ഷയിൻ ഗോപുരം യേശുവതോ,